സോഴ്സ് ഓഫ് ആഡിക്വേറ്റ് സർവീസ് എക്സ്പെക്റ്റേഷൻസ്. പലതരത്തിലുള്ള സർവീസ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, പല സമയത്തും ഉണ്ടാകുന്നത്. ട്രാൻസിറ്ററി സർവീസ് ഇൻറ്റൻസിഫയേഴ്സ്. ട്രാൻസിറ്ററി സർവീസ് ഇൻറ്റൻസിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ കിട്ടുന്ന സർവീസ് ആഡിക്വേറ്റ് ആണെങ്കിലോ അല്ലെങ്കിലും നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. റേസ് ദ ലെവൽ ഓഫ് ആഡിക്വേറ്റ് സർവീസ്. നമുക്ക് ചെറിയൊരു സർവീസ് കിട്ടിയാലും അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം അത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള എമർജൻസി സിറ്റുവേഷനാണ്. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സമയത്ത് ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ക്ഷണികമായിട്ട് കുറച്ച് കാലത്തേക്ക് അത് നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതിന് കിട്ടുന്ന സർവീസിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇനി പെർസീവ്ഡ് സർവീസ് ആൾട്ടർനേറ്റീവ്സ്. പെർസീവ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ദ പെർസീവ്ഡ് ആൾട്ടർനേറ്റീവ്സ് ആർ അതർ പ്രൊവൈഡേഴ്സ് ഫ്രം whom the customer can obtain service. If the customers have multiple choices from or they can provide the service for themselves, their level of adequate service are higher than those of the customers who believe it is not possible to get better service elsewhere. അതായത് നമുക്കിപ്പോൾ ആ സർവീസ് പെർസീവ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ലോങ് പോയി കഴിഞ്ഞാൽ, ടൗണിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സോ അങ്ങനെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആവും. പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മുടെ അടുത്തു നിന്നുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതായത് പെർസീവ്ഡ് നമുക്കറിയാം അത് അത്രേ തന്നെയാണ് അവിടുന്ന് അവൈലബിൾ ആവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കിട്ടിയതിൽ നമ്മൾ എക്സ്പെക്റ്റഡ് സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പെർസീവ്ഡ് സർവീസ് നമുക്കറിയാം, പെർസീവ്ഡ് അവിടെ നിന്ന് ഇത്ര തന്നെയേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത്രേ അവൈലബിൾ ആവുള്ളൂ എന്ന് അറിയുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി കസ്റ്റമർ സെൽഫ് പെർസീവ്ഡ് സർവീസ് റൂൾ. ഇനി നമ്മൾ പറയുന്ന സെൽഫ് പെർസീവ്ഡായി നമ്മൾ സെൽഫായിട്ട് പറയുകയാണ് അതിങ്ങനെ മതി. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ അത് ഇത്ര ചൂട് വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് വേണം, ഷുഗർ കൂടുതൽ വേണം, അങ്ങനെ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ മധുരത്തിലാണ് ആ സാധനം തന്നെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുക്ക്ഡ് വേണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അലർജിയുടെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അതായത് നമ്മൾ അലർജിയുടെ ടെസ്റ്റൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ അലർജി ടെസ്റ്റ് നടത്താതെ നമ്മൾ വാക്സിനേഷൻ എടുത്തപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചൊറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്, നമ്മൾ സെൽഫ് പെർസീവ്ഡാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇതിങ്ങനെയൊക്കെ വരും എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സർവീസ് പെർഫോമൻസ് ഔട്ട് ഓഫ് കൺട്രോൾ. അതായത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റിസൾട്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൈറ്റിൽ ഭയങ്കര ജാമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്കറിയാം. അതായത് കുറേ പേര് അപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്ര പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസാണ് പറയണത്. അത് നമ്മൾ എന്ത് ചെയ്യും, സർവീസ് പെർഫോമൻസ് ഔട്ട് ഓഫ് കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ല, അതുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇനി പ്രെഡിക്റ്റഡ് സർവീസ്. നമ്മൾ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മൾ ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്നാണ്. നമ്മൾ ചിലപ്പോൾ അതൊന്നും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ പറയുകയാണ് ഇന്ന രീതിയിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യും, ഇത്ര സമയത്തെത്തും, ഇത്ര ഇതുപോലെ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പ്രെഡിക്റ്റ് ചെയ്ത സർവീസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് പ്രെഡിക്റ്റഡ് സർവീസ് എന്ന് പറയാം. ട്രാൻസിറ്ററി എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻ. പെർസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. സർവീസ് പെർഫോമൻസ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ, അത് നമുക്കും അറിയാം. പ്രെഡിക്റ്റഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ് ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറയുകയാണ്. അത് നമുക്ക് കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ആഡിക്വേറ്റ് സർവീസ് എക്സ്പെക്റ്റേഷനിൽ വരുന്നത്. ഓക്കെ.